ഇത് കണ്ടോ, ഞാൻ മുഖത്ത് വെട്ടം അടിച്ച് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത് കണ്ടോ, കൈയും മുഖവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്ക്. ഡെയിലി സ്കിൻ കെയർ ചെയ്യുന്നവരാണ് നമ്മുടെ ഇടയിൽ പലരും. ചില ആൾക്കാർ ചെയ്യാറില്ല. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ ഡെയിലി സ്കിൻ കെയറിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നിങ്ങളുടെ സ്കിന്നിനകത്ത് നല്ല പോലെ ചേഞ്ചസ് വരുത്താൻ സഹായിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും സ്കിൻ എപ്പോഴും ചെറുപ്പമായിട്ടും തിളക്കം വെച്ചിരിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കുറച്ചു പേര് വിചാരിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്താലും എൻ്റെ സ്കിന്നിന് ഒരു മാറ്റവും കിട്ടില്ല, ചുമ്മാതാണ്, വെറുതെ സമയം പോവാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്നേഹിച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും റിസൾട്ട് തരാനായിട്ട് ആ സ്കിന്നിന് സാധിക്കും. എന്തിപ്പം ജന്മനാ ഉള്ള നിറക്കുറവാണെങ്കിലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. നിങ്ങളുടെ സ്കിൻ കെയറിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് 1-2 എങ്കിലും നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ചർമ്മം ചെറുപ്പമായിട്ട് നിർത്താൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണേ. എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങൾ മറക്കല്ലേ. നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ലൈക്ക് എനിക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ചർമ്മം എപ്പോഴും ചെറുപ്പമായിട്ടും അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റി സ്കിൻ നല്ല തിളക്കം വെക്കാൻ സഹായിക്കുന്ന, ഡെയിലി സ്കിൻ കെയറിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കിടിലൻ ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ ഇനി നിങ്ങൾ എത്ര വെയിലത്ത് പോയാലും സൺസ്ക്രീൻ ഇടാൻ മറന്നാലും നിങ്ങളുടെ സ്കിൻ നശിക്കാതെ സ്കിൻ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു അടിപൊളി സംഭവം എന്താണെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കാൻ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റൈസ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. റൈസ് പൗഡറിൽ നിന്ന് 1 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ വേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പുട്ടിനെടുക്കുന്നതല്ല, നമ്മുടെ ഇടിയപ്പത്തിനെടുക്കുന്ന റൈസ് പൗഡറാണ്. 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിൻ്റെ അൺഇവൻ സ്കിൻ ടോൺ പിഗ്മെന്റേഷനൊക്കെ ഇല്ലാതാക്കാൻ കടലമാവിൻ്റെ പൊടിയിൽ നിന്നും സാധിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ പീൽ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് പീൽ പൗഡർ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഓറഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം അതിൻ്റെ തൊലി എടുത്ത് ഡസ്റ്റ്ബിന്നിൽ കളയാതെ ഉണക്കി പൊടിച്ച് വെച്ചാലും മതിയാകും. ഓറഞ്ചിൻ്റെ പീൽ പൗഡർ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളമാണ് വേണ്ടത്. ഓറഞ്ചിൻ്റെ പീൽ പൗഡർ ആണെങ്കിലും ഓറഞ്ചിൻ്റെ അല്ലി ഉണ്ടല്ലോ, അത് 2 എണ്ണം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഓറഞ്ച് അല്ലി 2 എടുത്തിട്ട് അതിൻ്റെ നീര് നിങ്ങൾക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാവുന്നതാണ് കേട്ടോ. അത് നല്ലതാണ്. ഓറഞ്ചിൻ്റെ അല്ലി ആണെങ്കിലും ഓറഞ്ചിൻ്റെ തൊലി ആണെങ്കിലും സെയിം ഗുണം തന്നെയാണ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. അത് 1/2 ടേബിൾ സ്പൂണാണ് ചന്ദനത്തിൻ്റെ പൊടി ചേർക്കേണ്ടത്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കസ്തൂരി മഞ്ഞൾപ്പൊടി നിങ്ങളുടെ സ്കിന്നിന് അലർജി ആണെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതിന് പകരമായിട്ട് ബാക്കി പറഞ്ഞ പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ചേർക്കാൻ പോകുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾപ്പൊടി നമ്മുടെ ഡെഡ് കോശങ്ങളൊക്കെ നീക്കാനൊക്കെ വളരെ എളുപ്പം സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് നല്ല മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇവിടെ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇട്ടിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഒക്കെ കാണിക്കാം. നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. അടിപൊളിയാണ്. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. പാക്ക് തയ്യാറാക്കിയതൊക്കെ കണ്ടായിരുന്നല്ലോ. എന്തായാലും ഞാൻ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പാക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഫുൾ ബോഡിയിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാനൊരു 3 മിനിറ്റ് വെച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് എടുത്തിട്ട് റിമൂവ് ചെയ്യുകയാണ്, തുടയ്ക്കുകയാണ്. സ്പോഞ്ചിൽ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ. ഇത് കണ്ടോ, ഞാൻ മുഖത്ത് വെട്ടം അടിച്ച് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത് കണ്ടോ, കൈയും മുഖവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്ക്. കണ്ടോ, റിസൾട്ടൊക്കെ കണ്ടോ. 100% ആണ് റിസൾട്ട് കിട്ടുന്നത്. ഡെയിലി നിങ്ങളുടെ സ്കിൻ കെയറിനകത്ത് ഇതൊന്ന് ഉൾപ്പെടുത്താൻ നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് നല്ല മാറ്റം നേടാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ജന്മനാ ഉള്ള കറുപ്പാണെങ്കിലും ഇപ്പം ഇടക്കാലത്ത് വെച്ചിട്ടുള്ള നിറക്കുറവാണെങ്കിലും ഒക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും.
എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.